ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാൻറ്റാണിത്. അധികം മെഷർമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല. 3 മെഷർമെൻറ്റ്സ് മാത്രം മതി. വേസ്റ്റ് മെഷർമെൻറ്റ്, ഹിപ്പ് മെഷർമെൻറ്റും ബോട്ടം മെഷർമെൻറ്റ്. ഈ 3 മെഷർമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സ്ട്രൈറ്റ് പാൻറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പാൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2.5 മീറ്റർ ക്ലോത്താണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ അത് നമുക്ക് ആദ്യം രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചും ലെങ്ത് വരുന്നത് 2.5 മീറ്ററുമാണ്. നമുക്കൊരു 1.5 മീറ്ററിലും ഈ സൽവാർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ ക്ലോത്ത് വിരിച്ചിടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ ക്ലോത്തിൽ ഒരു സ്ട്രൈപ്സിൻ്റെ ഡിസൈൻ ആയതുകൊണ്ട് ഞാനിപ്പോൾ ലെങ്ത്ത് വേസിൽ ഫോൾഡ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ തേരുവശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ ഞാനിപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മടക്കി ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ തേരുവശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ വേണം 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. അപ്പോൾ ഓപ്പൺ വശം നമ്മുടെ സൈഡിലേക്കായിരിക്കണം. ഇപ്പം ഓപ്പൺ വശം നമ്മുടെ സൈഡിലേക്ക് വരത്തക്ക വിധത്തിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സിലേക്ക് പോവാം. അപ്പം മുകളിൽ നിന്നും ഒരു 2.5 മാർക്കിംഗ് ആദ്യം ചെയ്തെടുക്കുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡ്, ഈ ഒരു സ്ട്രൈറ്റ് പാൻറ്റിന് നമ്മുടെ ബാക്ക് സൈഡ് കുറച്ച് കയറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ബെൽറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2.5 ഒരു മാർക്കിംഗ് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് താഴെ നമ്മളൊരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്ത്, ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് വേണം മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണെങ്കിലാണ് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്തെങ്കിൽ നമുക്കൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അതിന് ശേഷം നമ്മുടെ ഫുൾ ലെങ്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ 2 ലൈനും മുകളിൽ നിന്ന് വരച്ച ഈ 2 ലൈനും കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ലെങ്ത് എടുക്കുക. അപ്പോൾ ഈ സ്ട്രൈറ്റ് പാൻറ്റിന് നമ്മുടെ ആംഗിൾ ലെങ്താണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നോർമൽ സൽവാറിൽ നിന്നും കുറച്ച് ഒരു മെഷർമെൻറ്റ്സ് കുറവായിരിക്കും വരുന്നത്. അപ്പോൾ എൻ്റെ മെഷർമെൻറ്റ്സിൽ ഇത് 36 ഇഞ്ചാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത്. അതിനുശേഷം ഒരു 1 ഇഞ്ചാണ് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. കാരണം ഞാനിപ്പം ബോട്ടമിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വേറൊരു ക്ലോത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1 ഇഞ്ച് കൊടുക്കുന്നത്. നിങ്ങൾ നോർമലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു 2.5 മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ബോട്ടം റൗണ്ടാണ് ഇനിയിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സൽവാറിൽ നിന്നും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ നോർമൽ 6 ആണ് എടുക്കുന്നത്. 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുത്ത് 7 മാർക്കിംഗ് ചെയ്തെടുത്തു. ഇനി അതിനുശേഷം 1.5 നമ്മൾ ലൂസിങ് സീം അലവൻസിന് വേണ്ടിയിട്ട് കൊടുക്കണം. അതുകൂടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമ്മൾ താഴെ എക്സ്ട്രാ കൊടുത്ത് അങ്ങോട്ടേക്ക് ഈ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഹിപ്പ് മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ബെൽറ്റിന് മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് വേണം മാർക്കിംഗ് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹിപ്പ് മെഷർമെൻറ്റ് 42 ആണ് എൻ്റെ വരുന്നത്. 42/4 10.5 + 3 ഇഞ്ചാണ് ഞാൻ ലൂസിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ലൂസിലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഇഞ്ച് കൊടുക്കുക. അതെല്ലാം നമുക്ക് കുറച്ച് ലൂസ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ഇഞ്ച് 2.5 അങ്ങനെ മെഷർമെൻറ്റ്സ് എടുത്താൽ മതിയാകും. ഇനി അതിന് ശേഷം നമുക്ക് ആ ഹിപ്പ് ലൈനിൽ നിന്നും താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എത്രയാണോ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തത് ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് താഴത്തേക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൊടുത്ത് ഒരു 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് താഴെ ഈ മുകളിൽ നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നതിന് എക്സ്ട്രാ എടുത്തിരുന്നത് കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ മെഷർമെൻറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇനി ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ നിന്നും ഒരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ച് വണ്ണം കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് വരെ മാർക്ക് ചെയ്തെടുക്കാം ഇതിന്. അപ്പോൾ അതൊരു 2 ഇഞ്ചിലൊരു മാർക്കിംഗ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കർവ് ഷേപ്പ് കൊടുക്കുക. അപ്പോൾ ഡീപ്പായിട്ടൊന്നും കൊടുക്കേണ്ട, ലൈറ്റായിട്ടൊരു കർവ് കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ക്രോച്ച് ലെങ്ത്തും അവിടുത്തെ മാർക്കിങ്ങും നമ്മുടെ ബോട്ടം റൗണ്ടും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം.
ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി ക്ലോത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കുർത്തിക്കൊക്കെ യോക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഓപ്പണിംഗ് വശത്ത് നമ്മൾ മാർക്കിംഗ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ നിന്നും നമ്മൾ 2.5 മാർക്ക് ചെയ്ത് അങ്ങോട്ടേ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ക്രോച്ച് ലെങ്തിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പാർട്ടിന് 2 പീസുണ്ട്, ബാക്ക് പാർട്ടിന് 2 പീസായിട്ടാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പാർട്ടൊന്ന് മാറ്റിയിട്ട് ഫ്രണ്ട് പാർട്ടിന് മാത്രം നമ്മൾ ബെൽറ്റിന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടായിരുന്നില്ല, ആ ലൈനിൽ നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിൽ മാത്രമേ നമുക്ക് 2.5 ഇഞ്ച് ഇതുപോലെ കയറി ഇരിക്കുന്നുള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാദ്യം നമുക്ക് ബാക്ക് പാർട്ട് എടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ 2 പീസായിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ 2 പീസിൻ്റെ ക്രോച്ച് ഏരിയ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വശവുമായിട്ട് വെച്ചിട്ട് വേണം ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ 2 വശവും ക്രോച്ച് ഇതുപോലെ നല്ല വശവുമായിട്ട് വെച്ചിട്ട് ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാനിപ്പം ഇത് ഫ്രണ്ട് പാർട്ടാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 2 വശവും നല്ല വശവുമായിട്ട് വെച്ചിട്ട് ക്രോച്ച് ഏരിയയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴെ നിന്നും വീണ്ടും തിരിച്ചിട്ടിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തേക്കുക. ഫ്രണ്ട് വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് സെയിം ഇതിൽ തന്നെ നമ്മുടെ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് 2 വശവും ഒരുമിച്ച് പിടിക്കാം. അപ്പോൾ നമുക്കിത് കണ്ടോ 2.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തുനിന്ന് ആ പോർഷൻ ഇതുപോലെ കയറി നിൽക്കും. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ബെൽറ്റ് വയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ആ ഓപ്പണിംഗ് വശം 2 വശവും കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ആ ഓപ്പണിംഗ് വശം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വരെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സൈഡും, ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറ്റേ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് അധികം മെഷർമെൻറ്റ്സ് ഒന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൽവാറാണിത്. അപ്പോൾ ഇനി നമുക്ക് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാനൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട് ബോട്ടം സൈഡിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത് വരുന്നത് സെയിം നമ്മുടെ ബോട്ടമിന് എത്രയാണോ നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്ത്, അപ്പം 8.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചും. അപ്പോൾ ആ ക്ലോത്തിന് നമുക്കൊരു സൈഡൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്നും, അപ്പോൾ ഈ നമ്മുടെ ബോട്ടമിൻ്റെ സെൻറ്ററിലേക്ക് വേണം കറക്റ്റായിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ലൈനിൽ നിന്നും 1 ഇഞ്ച് 2 സൈഡിലേക്ക് ഓരോ ഇഞ്ച് വീതം ഒരു മാർക്കിങ് ചെയ്യുക. അതിൻ്റെ ലെങ്ത് വരുന്ന ഒരു 3 ഇഞ്ചിലൊരു മാർക്കിങ് ചെയ്തിട്ട് ഇതൊരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കേണ്ട, അതിന് അത്രയും ഓപ്പണിംഗ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചാണെങ്കിലും കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലൈനിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അത് 2 ലൈനും നല്ല വശവുമായിട്ട് വെച്ചിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എവിടെ മാർക്കിംഗ് ചെയ്തെടുത്ത ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തത്. നമ്മുടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സീം അലവൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് കൊടുത്തിരുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2.5 എക്സ്ട്രാ എടുത്തിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്ത് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളതൊന്ന് തിരിച്ചെടുക്കുക.
തിരിച്ചെടുത്തതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കിതിൻ്റെ കോർണറൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേളിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ താഴ്ഭാഗത്ത് 1 ഇഞ്ചിൻ്റെ ഓപ്പണിങ് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഇത്രയും വീതിയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീതിയിൽ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചിലൊരു 2 സൈഡിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വിട്ട് കൂടുതലായിട്ട് വരികയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആ ഫോൾഡ് സ്റ്റിച്ച് ചെയ്ത സ്ഥലത്ത് ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 കാലിൻ്റെ വശത്തും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 4 വശവും കൂടി ഒരുമിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് ഇനി നമ്മുടെ മെഷർമെൻറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്രോച്ചിൻ്റെ വരുന്ന ആ വശത്ത് വേണം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിൽ നിന്നും നമ്മുടെ ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഒരു 10 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യുക, 10 ഇഞ്ചിൽ. അതിനുശേഷം ആ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു 5 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ക്രോച്ചിൻ്റെ അവിടെ നിന്ന് 10 ഇഞ്ച്, അത് കഴിഞ്ഞ് 5 ഇഞ്ച്, പിന്നെയും 5 ഇഞ്ചിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ 10 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു 9.5 മാർക്ക് ചെയ്തെടുക്കുക. ബാക്കി 5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തെടുത്ത് 8.5 ഓരോ ഇഞ്ച് കുറച്ച് വരിക. ഇനി 7.5 മാർക്ക് ചെയ്യുക. താഴ്ഭാഗത്ത് ഞാൻ 7 ഇഞ്ചാണ് കൊടുത്തിരുന്നത്, ആ 7 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ക്രോച്ച് ഏരിയയുടെ അടുത്തേക്ക് വരുന്തോറും നമ്മൾ വീതി കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഈ മാർക്കിംഗ് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ലൂസ് കുറച്ച് കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെഷർമെൻറ്റ് എടുത്തിട്ട് വേണം ഈ മാർക്കിംഗ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ കുറച്ച് ലൂസിൽ ഇടുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തെടുത്തത്. നമുക്കിതിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴ്ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ക്രോച്ച് ഏരിയയുടെ അവിടെ വരുമ്പോൾ വീതി കുറച്ച് നമ്മൾ ഈ ലൈൻ മാർക്ക് ചെയ്ത് ആ സ്ഥലത്തു കൂടി വേണം ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. 2 സൈഡും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്രോച്ച് ഏരിയയുടെ അവിടെ വരുമ്പോൾ നമുക്ക് 2 സൈഡും ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ വേണം അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ബാക്കി നമ്മൾ ലൈൻ മാർക്ക് ചെയ്ത സ്ഥലത്തു കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. പാൻറ്റിൻ്റെ 2 സൈഡും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു, ബാക്ക് സൈഡിൽ 2.5ഉം. അത് കറക്റ്റായിട്ട് ഇതുപോലെയൊന്ന് മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 2 ഇഞ്ച് ഫ്രണ്ട് സൈഡിലും ബാക്കിൽ 2.5ഉം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ചോക്ക് കൊണ്ടൊന്ന് മെഷർമെൻറ്റ് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ 2.5 ബാക്ക് സൈഡിൽ എടുത്തുകൊണ്ട് കുറച്ച് കയറി നിൽക്കുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കും, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ വരുമ്പോൾ 2.5 ഉള്ളതുകൊണ്ട് കുറച്ചൊരു ചുരുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കാണിക്കുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ട് 2 സൈഡിലും ഓരോരോ ഫ്രില്ലിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് അവിടെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ചിലൊരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്, 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്, അതുപോലെ 1.5 ഇഞ്ചിൻ്റെ, 2 ഇഞ്ചിൻ്റെ പല മെഷർമെൻറ്റിലും നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ വിഡ്ത്ത് കൂടുന്തോറും നമ്മുടെ മെഷർമെൻറ്റിലും വ്യത്യാസം വരും എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ ഇതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൽ നിന്നും ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇലാസ്റ്റിക് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് 36 ആണ്. അപ്പോൾ ഞാനൊരു 32ലാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അങ്ങനെയാണ് മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിട്ത് കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരും എടുക്കുന്നത്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇലാസ്റ്റിക്കിൻ്റെ പല മെഷർമെൻറ്റിൽ ഇതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഇടാം. അപ്പോൾ ഞാനിപ്പോൾ 32 ഇഞ്ചിലാണ് ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ ഇലാസ്റ്റിക് എടുത്തിട്ട് നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ആ ഗ്യാപ്പിൽ കൂടി ഇത് ഇലാസ്റ്റിക് ഒരു പിന്നിൻ്റെ ഹെൽപ്പോട് കൂടി ഇത് എടുക്കുക. ഇലാസ്റ്റിക് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒരു ഫോൾഡിങ് ഒന്നും വരാത്ത വിധത്തിൽ വലിക്കുക, നന്നായിട്ടൊന്ന് വലിച്ച് ഇത് കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഇലാസ്റ്റിക് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും കൂടി ഒന്ന് പിടിച്ചിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കുക. കാരണം ഇലാസ്റ്റിക് പൊട്ടിപ്പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3-4 സ്റ്റിച്ച് അതിൻ്റെ മേളിൽ കൂടി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈക്വലായിട്ട് നമുക്ക് ഫ്രിൽസ് വരുന്ന വിധത്തിൽ ഇലാസ്റ്റിക് ഒന്ന് വലിച്ച് ശരിയാക്കുക. അതിനുശേഷം നമ്മൾ ഈ ഗ്യാപ്പുള്ള സ്ഥലത്ത് അത് ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ സ്റ്റിച്ച് വീഴാത്ത വിധത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒന്ന് വലിച്ച് പിടിച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുവാണെങ്കിൽ നമുക്ക് ആ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് ഫോൾഡൊക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇലാസ്റ്റിക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതുപോലെ ഇത് ഇലാസ്റ്റിക്കിൻ്റെ ഇട്ടെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കിതിൻ്റെ ഇലാസ്റ്റിക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് ടഫാണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സൽവാർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.